എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ശ്രീകാന്ത് വരാൻ ലേറ്റ് ആവും എന്ന് പറയുമ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുവാണ്. കാരണം വർഷയെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്ന ദിവസമൊക്കെ ശ്രീകാന്തിന് എന്തെങ്കിലും തിരക്കുണ്ടാവും. അതിന്റെ പേരിൽ വർഷ ശ്രീകാന്തിനായിട്ട് വഴക്കിടുവാണ്. ശ്രീകാന്ത് ഇനി ലേറ്റ് ആയിട്ട് വന്നാൽ തന്നെ ഡോറിലൊന്നും കൊട്ടാൻ നിൽക്കണ്ട, ഞാൻ ഡോറൊക്കെ ലോക്ക് ചെയ്യും, അവിടെ പുറത്ത് വരാന്തയിൽ എവിടെയെങ്കിലും കിടന്നോന്നൊക്കെയാണ് വർഷ പറയുന്നത്. അപ്പോൾ ശ്രീകാന്തിന് അത് കേട്ട് ടെൻഷനാവും. കാരണം ഈ വർഷ പറഞ്ഞ പോലെ ചെയ്യുന്നവളാണല്ലോ. ഇനി പാതിരാത്രി എങ്ങാനും വീട്ടിൽ കയറി വരുമ്പോഴേക്കും ഡോർ തുറക്കാത്ത അവസ്ഥ ഉണ്ടാവോ, എനിക്ക് വരാന്തേ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് ശ്രീകാന്ത് ടെൻഷനാവുമാണ്. ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ രേവതിയെ വിളിക്കുവാണ്. രേവതി ചേച്ചി വേണം എന്നെ രക്ഷിക്കാൻ എന്ന് പറയുമ്പോഴേക്കും രേവതി എന്താ ശ്രീകാന്ത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് കാര്യം പറയുന്നുണ്ട്. ഞാനിന്ന് ജോലി കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആവും എന്ന് പറയുമ്പോഴേക്കും വർഷക്ക് അങ്ങോട്ട് ദേഷ്യം കയറിയിരിക്കുക. മുറി തുറക്കത്തില്ല, എന്നെ ഇന്ന് വരാന്തി കിടത്തു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഞാൻ അവിടെ എത്തുമ്പോൾ വിളിക്കട്ടെ രേവതി ചേച്ചി വേണം എനിക്ക് വാതിൽ തുറന്നു തരാൻ വേണ്ടി. കാരണം അവൾ പറഞ്ഞ പോലെ ചെയ്യും. ഞാൻ എത്ര വിളിച്ചാലും അവൾ ഫോൺ എടുക്കില്ല. ഞാൻ വിളിച്ചാൽ രേവതി ചേച്ചി ഫോൺ എടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതിനെന്താ ശ്രീകാന്ത് എത്തുമ്പോഴേക്കും വിളിച്ചാൽ മതി, ഞാൻ ഡോർ തുറന്നുതരാം എന്നൊക്കെ പറയുവാണ്. അല്ലെങ്കിൽ ഞാനിന്ന് പുറത്തെടുക്കേണ്ടി വന്നാനേ രേവതി ചേച്ചി. പിന്നെ ആ വർഷം എൻ്റെ ദേഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് കുറക്കാൻ നോക്കണേ. അവൾക്ക് ഇത് തന്നെ പണി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ നടു റോഡിൽ കിടക്കേണ്ടി വരും തോന്നുന്നു. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് എന്നോട് വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് സമാധാനിപ്പിച്ച് അവളുടെ ദേഷ്യം ഒന്ന് മാറ്റിത്തരണേന്നൊക്കെ ശ്രീകാന്ത് രേവതിയോട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ശ്രീകാന്ത് ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ വർഷ കിച്ചണിലോട്ട് വരുവാണ്. എന്നിട്ട് രേവതിനോട് വിശേഷമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്താ രേവതി ചേച്ചി ഉണ്ടാക്കുന്നത്, എനിക്ക് വിശന്നിട്ടും പാടില്ല എന്നൊക്കെ പറയുവാണേ. ശ്രീകാന്തിനുള്ളതൊന്നും ഉണ്ടാക്കേണ്ട രേവതി ചേച്ചി, ശ്രീകാന്ത് വരാൻ ലേറ്റ് ആവും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നെ ഇപ്പം അവൻ വിളിച്ചായിരുന്നു, എത്താൻ ലേറ്റ് ആവും എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല, നീ വാതിൽ തുറന്നു കൊടുക്കില്ല എന്നും പറഞ്ഞു എന്ന് അവൻ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുവേ. അപ്പോഴേക്കും അതിവിടെയൊക്കെ വിളിച്ച് പറഞ്ഞോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാണ് വർഷേ, ജോലി ഉള്ളത് കൊണ്ടല്ലേ ശ്രീകാന്ത് ലേറ്റ് ആവും എന്ന് പറയുന്നത്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇല്ല രേവതി ചേച്ചി, എന്നെ ആയിട്ട് എപ്പോൾ പുറത്തു പോവാന്ന് പറയുന്നോ അപ്പോൾ ശ്രീകാന്തിന് എന്തെങ്കിലും ജോലി ആവശ്യം വരും. രേവതി ചേച്ചി വാതിലൊന്നും തുറന്നു കൊടുക്കാൻ നിൽക്കരുതേ, ശ്രീകാന്ത് വിളിച്ചാലെന്നൊക്കെ വർഷ പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊക്കെ വിട് വർഷേ, ജോലിയുടെ ആവശ്യമായോണ്ടല്ലേ, സച്ചേട്ടനെ ഇന്ന് വരില്ല എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? ഒരു ദൂരെ ട്രിപ്പ് കിട്ടിയിരിക്കുക എന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അപ്പോൾ രേവതി ചേച്ചിയും ഇന്ന് ഒറ്റക്കാണോ കിടക്കുന്നേ? അപ്പോൾ രേവതി അതേന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അപ്പോൾ നമുക്കിന്ന് ഗേൾസ് നൈറ്റ് ആഘോഷിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, അതെന്താ, നമുക്കിന്ന് രാത്രി ജോളിയായിട്ട് എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട് വയറൊക്കെ നിറച്ച് സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതിക്ക് സന്തോഷം. നമുക്ക് സിനിമ കാണാം വർഷേ. എന്ത് സിനിമ കാണും? നമുക്ക് പ്രേതത്തിൻ്റെ സിനിമ കാണാം. എൻ്റെ ടാബിൽ ഒരു പുതിയ പ്രേതത്തിൻ്റെ പടം കിടപ്പുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ പ്രേതത്തിൻ്റെ സിനിമയൊന്നും വേണ്ട, എനിക്ക് പേടിയാവുമെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എന്തിനാ പേടിക്കുന്നേ, കൂടെ ഞാനില്ലേ, അങ്ങനത്തെ സിനിമകളൊക്കെ ആ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ സിനിമകൾ, നമുക്കിന്ന് പ്രേതത്തിൻ്റെ സിനിമ കണ്ടേ പറ്റുള്ളൂ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ പോവുകയാണേ മുറിയിലോട്ട്. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും കൂടി ഹോളിലിരുന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഈ പ്രേതത്തിൻ്റെ സിനിമ കാണുവാണേ. രേവതിയാണെങ്കിൽ പേടിച്ച് വിറക്കുവാണ്, വർഷയാണെങ്കിൽ നല്ല കൂളായിട്ടിരുന്ന് കാണുവാണ്. രേവതി ചേച്ചി കാണതേ ഇൻട്രസ്റ്റിങ്, പ്രേതം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രേവതിയാണെങ്കിലോ, അയ്യോ വർഷ ഒന്ന് നിർത്ത് വർഷം, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എന്തിനാ രേവതി ചേച്ചി പേടിക്കുന്നേ, നല്ല ഇൻട്രസ്റ്റിങ്, ഇതേ പ്രേതം മുറിയിലോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് വർഷ ഭയങ്കര ഇതായിട്ട് കാണുവാണ്. രേവതിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ട് ഒച്ചയും ബഹളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ഒറ്റക്കൊക്കെ പൂ കൊടുക്കാൻ പോകുന്ന രേവതി ചേച്ചിക്ക് ഇത്ര ഉള്ളോ ധൈര്യം, ഇത് കാണാനുള്ള ധൈര്യം പോലും ഇല്ലേ, ഞാൻ എന്തായാലും ഓഫ് ചെയ്യാനൊന്നും പോണില്ല, ഈ സിനിമ ഫുള്ളും കണ്ടിട്ടേ കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വർഷ കാണുവാണേ. രേവതിയാണെങ്കിൽ നിർത്ത് എന്ന് പറഞ്ഞിട്ടൊന്നും വർഷ കേൾക്കുന്നില്ല. രേവതിയുടെ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ട് ചന്ദ്ര മുറിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, രേവതിയെ ചീത്ത പറയുവാണ്, എന്താടി പാതിരാത്രി ഇങ്ങനെ ഹോളിൽ കിടന്ന് ഒച്ചയും ബഹളം എടുക്കുന്നതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സിനിമ കാണുമായിരുന്നു ആൻറ്റി എന്ന് വർഷ പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഈ പാതിരാത്രിയാണോ ഇങ്ങനെ സിനിമ കാണുന്നത്, നിങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, ഉറക്കം വരുന്നില്ല. അപ്പോൾ രേവതി ചേച്ചിയുടെ കൂടെ ഒരു പ്രേതത്തിൻ്റെ സിനിമ കാണുമായിരുന്നു, രേവതി ചേച്ചിക്കാണെങ്കിൽ പ്രേതത്തിൻ്റെ സിനിമ കണ്ടിട്ട് പേടിയാവുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, പ്രേതത്തിനെ കണ്ടിട്ട് ഇവക്ക് പേടിയോ, ഇവള് തന്നെ ഒരു കുട്ടിച്ചാത്തൻ, ഇവള് പേടിക്കാനോ, ഇതൊക്കെ ഇവളുടെ അഭിനയാന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വർഷക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ, പ്രേതത്തിൻ്റെ സിനിമ കണ്ട ആർക്കായാലും പേടിയാവൂലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയും, നിങ്ങളെപ്പോലുള്ള പിള്ളേരൊക്കെ പേടിക്കും
ആയിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ ചോദിക്കും, അപ്പോൾ ആൻറ്റിക്ക് പേടിയില്ലേ? എനിക്ക് പേടിയോ? പ്രേതത്തിനെയോ? ഞാൻ നല്ല കൂളായിട്ടൊക്കെ കാണും എന്നൊക്കെ പറയുവാണെങ്കിൽ പ്രേതത്തിൻ്റെ സിനിമ, എനിക്കൊരു പ്രേതത്തിനെയും പേടിയില്ല എന്നും പറയുന്നുണ്ട് ചന്ദ്ര. ഞങ്ങളുടെ നാട്ടിൽ രാത്രി ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഞാൻ പോയിട്ട് ഒറ്റക്ക് പോയി ഒറ്റക്ക് തന്നെ വീട്ടിലോട്ട് തിരിച്ചു വരാറുണ്ട്. എനിക്കൊരു പ്രേതത്തിനെയും പേടിയൊന്നുമില്ല. നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ, ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടതാ. ഒച്ചവും ബഹളയും വെച്ചിട്ട് ബാക്കിയുള്ളവരെ പോലും ഉറക്കിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണേ. ഒരു പ്രേതത്തിനെ കണ്ട് പേടിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര മുറിയിൽ പോയി ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും വർഷയും രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ചന്ദ്രയെ. ചന്ദ്ര മുറിയിലോട്ട് പോകുമ്പോഴേക്കും വർഷ രേവതിയോട് പറയുന്നുണ്ട്, ആൻറ്റി കുറച്ച് ഓവറായിട്ടല്ലേ സംസാരിച്ചതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്കങ്ങനെ വ്യത്യാസമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്നോട് എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ സംസാരിക്കുന്നത്. അല്ല, രേവതി ചേച്ചിയെ കുട്ടിച്ചാത്തന്ന് വരെ വിളിച്ചില്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇതിൻ്റെ അപ്പുറം എന്നെ ഡെയിലി അമ്മ വിളിക്കാറുള്ളല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, പ്രേതത്തിനെ പേടിയില്ലെന്ന്, നിക്ക് ആൻറ്റിക്കിട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, വർഷ ഇത് എങ്ങോട്ട് പോവാന്ന് പറയുമ്പോഴേക്കും, നിക്ക് രേവതി ചേച്ചി, പ്രേതത്തിനെ പേടിയില്ലെന്നല്ലേ പറഞ്ഞത്, രേവതി ചേച്ചിയെ കുട്ടിച്ചാത്തനെന്നും വിളിച്ച്, നിക്ക് ആൻറ്റിയുടെ മേത്ത് ഞാൻ ഇന്ന് ആ കുട്ടിച്ചാത്തനെ കയറ്റാൻ പോവാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, അയ്യോ വർഷക്കപ്പം മന്ത്രവാദമൊക്കെ അറിയോ ഇങ്ങനെ കുട്ടിച്ചാത്തനെ കയറ്റാനുള്ളതൊക്കെ? അപ്പോൾ വർഷ ചിരിക്കുവാണ്, എൻ്റെ രേവതി ചേച്ചി, ഇന്ന് ഞാൻ ആൻറ്റിയെ ഉറക്കാൻ പോകുന്നില്ല, പ്രേതത്തിനെ പേടിയില്ലെന്നല്ലേ പറയുന്നത്, ആ ആൻറ്റി പേടിച്ച് ഇവിടെ ഓടി നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ വർഷ പറയുവാണേ. പ്രേത സിനിമ എടുക്കുന്നത് എങ്ങനെയാണെന്ന് രേവതി ചേച്ചി കണ്ടിട്ടില്ലല്ലോ, ഞാനത് ലൈവായിട്ട് കാണിച്ചു തരാമെന്ന് വർഷ പറയുമ്പോഴേക്കും രേവതി, അയ്യോ വേണ്ട വർഷേ, വേണ്ടാന്ന് പറയുമ്പോഴേക്കും വർഷ അതൊന്നും കേൾക്കുന്നില്ല. ചന്ദ്രക്കിട്ടുന്നൊരു പണി വർഷ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുവാണേ. എന്നിട്ട് വർഷ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മൊബൈലും ഒക്കെ എടുത്തുകൊണ്ടും വരുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വർഷ ഇത്? അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഈ പ്രേത സിനിമകളിലൊക്കെ പ്രേതത്തിനെ കാണുന്നതിനേക്കാളും കൂടുതൽ പേടി കിട്ടുന്നത് അതിലെ സൗണ്ട് എഫക്റ്റ് കാരണമാണ്, ചേച്ചിക്ക് ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ പട്ടി ഓരിടുന്ന സൗണ്ട് മൊബൈലിൽ വെച്ചിട്ട് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് നല്ല ഒച്ചത്തിൽ വർഷ ചന്ദ്രയുടെ മുറിയുടെ ഫ്രണ്ടിൽ കൊണ്ട് ആ സ്പീക്കർ ഇങ്ങനെ വെക്കുവാണ്. എന്നിട്ട് സ്പീക്കർ ഇങ്ങനെ പൊക്കത്തും താഴത്തും ഒക്കെ ആയിട്ട് അനക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പട്ടി ഓരിടുന്ന സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട് ചന്ദ്രയുടെ മുറിയിൽ. ചന്ദ്ര പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടിട്ട്, എന്താ ഒരു സൗണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുവേ. രവീന്ദ്രൻ നല്ല ഉറക്കമാണ്. അത് കഴിഞ്ഞ് വർഷ കരയുന്ന സൗണ്ടാണ് വെക്കുന്നത്. ഒരു പെണ്ണിരുന്ന് കരയുന്ന സൗണ്ട് കേട്ടാൽ പേടിയാവും. ഈ പ്രേത സിനിമയിലൊക്കെ വെക്കുന്ന പോലത്തെ സൗണ്ട് തന്നെയാണ്. രേവതി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. വർഷ പറയും, മിണ്ടാണ്ടിരിക്കുക രേവതി ചേച്ചി, മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞ് രേവതിയെ തടഞ്ഞിട്ട് ഈ സൗണ്ട് ഇങ്ങനെ വെച്ചിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്ര അപ്പം വിചാരിക്കും, ഇതെവിടെന്നാ ഈ സൗണ്ട്, ആരോ കരയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിടന്ന കിടപ്പിൽ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ചിരിക്കുന്ന സൗണ്ട് വെക്കുമ്പോഴേക്കും ചന്ദ്രക്ക് പേടിയാവുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയും ഉറക്കത്തിൽ, എന്താ ചന്ദ്ര കിടന്ന് ചിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഞാനല്ല രവിയേട്ടാ. പക്ഷെ രവീന്ദ്രൻ അവിടെ കേൾക്കുന്നു. ചന്ദ്രക്കപ്പം ദേഷ്യം വരും, ഓ ഇങ്ങേര് ഓരോ ഗുളികകൾ കഴിച്ച് ഉറക്കത്തിൻ്റെ പുറത്ത് പറയുവാണ്, ഷേ എന്താ ഈ ചിരിക്കുന്ന എംസ കരയുന്നൊക്കെ സൗണ്ട് കേൾക്കുന്ന ഈ മുറിയിൽ, പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രുതിയുടെ മുറിയാണ്. അവിടെ ശ്രുതി കിടന്ന് നല്ല ഉറക്കമാണ്. ശ്രുതിക്കാണെങ്കിൽ ശ്രുതി എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് എഴുന്നേക്കുമല്ലോ. എവിടെന്നാ ഈ സൗണ്ട്, ആരാ ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ശ്രുതിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി നല്ല ഉറക്കം. ശ്രുതിക്കും പേടിയാവുകയാണ്. പ്രേതമാണെന്ന് ശ്രുതിക്ക് എന്നാണ്ട് ഇപ്പം അന്ധവിശ്വാസങ്ങളൊക്കെ കൂടിയിരിക്കുവാണല്ലോ. ശ്രുതിക്കും അങ്ങോട്ട് പേടിയാവുകയാണേ. ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതിയെ അവിടെ വിളി കേൾക്കാം. ശ്രുതി നല്ല ഉറക്കത്തിലാണേ, പുതച്ചു മൂടിയിട്ടും. ശ്രുതി പറയുന്നുണ്ട്, ഓ ഇവളൊന്നും ഇത് കേൾക്കുന്നില്ലേ, എന്തൊരു ഉറക്കമായതെന്ന് പറയുമ്പോഴേക്കും വർഷ പുറത്ത് നിന്ന് അടുത്ത അടവെടുക്കുവാണേ. വർഷ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്പീക്കറിൽ മൊബൈൽ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതേ കൂടി ചന്ദ്രേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ചന്ദ്രക്ക് ആ വിളി കേൾക്കുമ്പോഴേക്കും പേടിയാവുകയാണ്. ആരാന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. പക്ഷെ വർഷ ഇങ്ങനെ ചന്ദ്രേ എന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വർഷ പറയുന്നുണ്ട്, ഇതെൻ്റെ വീടാ ചന്ദ്രേ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ചന്ദ്രക്ക് അത് കേട്ടിങ്ങനെ പേടി കൂടി വരുവാണ്. അപ്പോൾ ശ്രുതി വിചാരിക്കുന്നുണ്ട്, ആരാ ഇത് അമ്മയുടെ പേരൊക്കെ വിളിക്കുന്നേ, ഈ വീട്ടിൽ ഇതിനു മുമ്പ് ആരോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രേതമാണെന്ന് തോന്നുന്നു, എൻ്റെ വീടാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിയും പേടിച്ചിരിക്കുവാണേ മുറിയിൽ. ചന്ദ്ര അതിൻ്റെ അപ്പുറത്ത് പേടിച്ചിരിക്കുവാണ്. ഇതെൻ്റെ വീടാ ചന്ദ്രയെന്ന് വീണ്ടും പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇതെൻ്റെ വീടാ. അപ്പോഴേക്കും പ്രേതത്തിൻ്റെ വർഷക്ക് ദേഷ്യം വരുവോ. ദേഷ്യ സൗണ്ടിൽ വർഷ പറയുന്നുണ്ട്, പറഞ്ഞത് കേട്ടില്ലേ, ഇതെൻ്റെ വീടാ, മര്യാദക്ക് ഈ വീട് വിട്ട് പൊക്കോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പേടിച്ചു പോവാണ്. ഒന്നുകൂടെ രവീന്ദ്രനെ വിളിക്കാൻ നോക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ ബന്ധുക്കളെയൊക്കെ പോയി നീ തന്നെ കണ്ടോ, എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ ചന്ദ്രയെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ഉറങ്ങുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയും, ഇങ്ങേര് ഇത് എന്തൊരു മനുഷ്യനാ, വീണ്ടും ചന്ദ്രേ ഇത് എൻ്റെ വീടാന്ന് പറഞ്ഞ് നമ്മുടെ വർഷ പേടിപ്പിക്കുവാണേ. ചന്ദ്ര എന്ത് ചെയ്യുന്ന വെച്ചാൽ പേടിച്ച് ഡോറിൻ്റെ അടുത്ത് പോയിട്ട് പയ്യെ ഡോറ് തുറക്കുവാണ്. ഡോറ് തുറക്കുന്നത് മനസ്സിലാവുമ്പോഴേക്കും
നമ്മുടെ വർഷയും രേവതിയും കൂടി അടുക്കളയിലോട്ട് എടുത്ത് ഓടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുവാണേ. അപ്പോൾ ചന്ദ്ര ഡോറ് തുറന്ന് പുറത്ത് പയ്യെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആരുമില്ല. അപ്പുറത്തെ മുറിയിൽ നിന്ന് സുധിയും പയ്യെ തുറക്കാൻ വേണ്ടി റെഡിയാവുകയാണേ. സുധീൻ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആരുമില്ല. നോക്കുമ്പോഴേക്കും ഇരുട്ടാണല്ലോ. ചന്ദ്ര ഇങ്ങനെ പയ്യെ അവിടെ ഇരുട്ടത്ത് ഇങ്ങനെ പയ്യെ നടന്നു വന്നത് കാണുമ്പോഴേക്കും സുധി കണ്ട് പേടിക്കുവാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് പേടിക്കുന്നുണ്ട്. എന്താ അമ്മ ഇത്? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്താടേ ഇത്? പതിവില്ലാത്ത സൗണ്ടൊക്കെ ഈ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഞാനും കേട്ടമ്മേ, അതാ ഞാൻ ഡോറ് തുറന്ന് വന്നേന്നൊക്കെ സുധി പറയുവാണേ. വർഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ ചിലങ്കയുടെ സൗണ്ടാണേ വെക്കുന്നത്. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, ഇതെന്താടാ ചിലങ്കയുടെ സൗണ്ട്? ഇവിടെ എവിടെയോ നടന്നുകൊണ്ടിരിക്കുക, എനിക്കാകെ പേടിയാവുന്നു സുധി എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എനിക്കും പേടിയാവുന്നു സുധി, ഈ വീട്ടിൽ ഏതോ ഒരു പ്രേതം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അമ്മ ഉള്ളപ്പോൾ ഇവിടെ വേറെ ഏത് പ്രേതം ഉണ്ടാവാനാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ. ചന്ദ്രയെ സുധിയും കൂടി തല്ലുപിടിക്കുവാണ്. ചിലങ്കയുടെ സൗണ്ട് കൂടി വരും. ഇവർ രണ്ടുപേരും പേടിച്ച് വിറക്കുവാണ്. എന്നിട്ട് വർഷ വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രേ, ഇതെൻ്റെ വീടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാണേ ചന്ദ്രയെ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്താ വർഷേ, മതി, അമ്മ നല്ലോണം പേടിച്ചിട്ടുണ്ട്, ഇനി നിർത്ത് വർഷേ എന്ന് പറഞ്ഞിട്ട് രേവതി പോയി ലൈറ്റ് ഇടുവാണേ. ലൈറ്റ് ഇടുമ്പോഴേക്കും ചന്ദ്ര ആദ്യം ഞെട്ടും. പിന്നെ രേവതിയെ കാണുമ്പോഴേക്കും ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം കയറുവാണ്. രേവതി ഓടിപ്പോയി ചന്ദ്രക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട്. ചന്ദ്ര വെപ്രാളത്തിൽ ആ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും വർഷ ചിരിച്ചുകൊണ്ട് വരുവാണ്. വർഷ എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി, പ്രേതത്തിന് പേടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പേടിക്കുമോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുവാണേ. അപ്പോഴേക്കും സുധിക്ക് ദേഷ്യം വരുന്നുണ്ട്. സുധി പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ പണിയായിരുന്നല്ലേ, നിങ്ങൾക്ക് ഈ പാതിരാത്രി വേറെ പണിയൊന്നുമില്ലേ, മനുഷ്യന്മാർ ഉറങ്ങുന്ന സമയമായത്, മനുഷ്യരെ പേടിപ്പിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് സുധി ബഹളം വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രൻ അറിയാലോ, വർഷേനൊന്നും പറയാൻ പറ്റില്ല, പണക്കാരൻ്റെ വീട്ടിലെ കൊച്ചല്ലേ. രേവതിയോട് ആ ദേഷ്യമൊക്കെ തീർക്കുവാണ്. രേവതിനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിന്റെ പണിയായിരുന്നല്ലേടി? അപ്പോൾ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിയുടെ ഒന്നും അല്ല, ഞാൻ പറഞ്ഞിട്ടാ, ഒരു തമാശക്ക് വേണ്ടി ചെയ്തതാന്ന് പറയുമ്പോഴേക്കും സുധി പറയും, തമാശയോ? ഇങ്ങനെ കുറച്ചു നേരം കൂടി ഈ തമാശ കാണിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയാനെന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര വീണ്ടും രേവതിയോട് ചൂടാവുകയാണ്. നീ നിന്നെ ഞാൻ നേരത്തെ ചീത്ത പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ ദേഷ്യം തീർത്തായിരിക്കുമല്ലേ ഈ വർഷേനെ കൊണ്ട് വർഷേൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് കയറ്റി കൊടുത്ത് എന്നോടുള്ള ദേഷ്യം തീർത്തതല്ലേടി നീ എന്ന് പറയുമ്പോഴേക്കും വർഷ വീണ്ടും പറയുന്നുണ്ട്, ആൻറ്റിക്ക് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ, ഇതൊന്നും രേവതി ചേച്ചി പറഞ്ഞിട്ടല്ല, ഞാനായിട്ട് തന്നെ ചെയ്തതാ, ആൻറ്റി ഇപ്പം ശരിക്കും പേടിച്ചില്ലേ, പറ ആൻറ്റി, പേടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ചിരിക്കുവാണ്. അത് കാണുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം കൂടി വരുവാണ്. ചന്ദ്ര ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ സുധിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ രേവതി വർഷേനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ വർഷ ഇതൊന്നും ചെയ്യണ്ടാന്ന്, ഇനി നോക്കിക്കോ, രാവിലെ ഇതിൻ്റെയും കൂടി ചേർത്ത് ഇരട്ടിയായിട്ട് എനിക്കിട്ട് കിട്ടും എന്നൊക്കെ പറയുവാണ്, ഇതും കൂടി ചേർത്ത്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്തിനാ പേടിക്കുന്നേ, ഇപ്പോൾ ആൻറ്റി നല്ലോണം പേടിച്ചിട്ടുണ്ട്, ഇനി പേടിച്ച് നമ്മുടെ അടുത്ത് പോലും വരത്തില്ല എന്ന് പറഞ്ഞ് വർഷ ചിരിച്ചുകൊണ്ട് തന്നെ മുറിയിലോട്ട് പോവുകയാണ്. രേവതിക്കാണെങ്കിൽ ടെൻഷൻ കയറിയിരിക്കുവാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും സച്ചി വരുവാണ്. ഭയങ്കര ക്ഷീണിച്ച് വരുവാണ്. അപ്പോൾ രേവതി സച്ചിയെ കാണുമ്പോഴേക്കും സങ്കടം വരുവാണ്. എന്താ സച്ചിയായിട്ടിത്, നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്, കണ്ണൊക്കെ ആകെ കുഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സച്ചി പറയും, മതിയായി രേവതി, രാത്രി ഒന്നും ഉറങ്ങിയില്ലല്ലോ, അതിൻ്റെ കുറച്ച് ക്ഷീണം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എന്തിനാ സച്ചിയേട്ടാ, ഉറക്കം വരുമ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെ റെസ്റ്റ് എടുത്ത് വണ്ടി ഓടിച്ചൂടെയെന്നും പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ, അകത്ത് ആളെ ഇരുത്തിയിട്ടാണല്ലോ ഞാൻ കിടന്ന് ഉറങ്ങേണ്ടത്, അവരെ കറക്റ്റ് സമയത്ത് എത്തിക്കേണ്ട രേവതി, അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ രാത്രിയൊക്കെ വണ്ടി ഓടിച്ചാലേ നമുക്ക് മുറി കെട്ടാൻ സാധിക്കുള്ളൂ, നോക്കിയെന്ന് പറഞ്ഞിട്ട് കൈ കിട്ടിയ കാശൊക്കെ രേവതിയുടെ കൈ കൊടുക്കുവാണേ. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ തന്നെ ഇത് അവിടെ കൊണ്ടേ ഇട്ടോളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഇല്ല നീ തന്നെ ഹുണ്ടിയിലിടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എല്ലാം ശരി, പക്ഷെ ഇങ്ങനെ രാത്രിയുള്ള ഓട്ടം ഒന്നും വേണ്ട, രാവിലത്തുള്ള ഓട്ടത്തിന് നമുക്ക് മുറി കെട്ടിയാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ഇപ്പം തന്നെ എല്ലാവരും നമ്മളെ കളിയാക്കുന്നുണ്ട്, നമ്മൾ മുറി 50-ആം വയസ്സിലാണ് കെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്, നമുക്ക് കാണിക്കണം രേവതി, മുറി കെട്ടാൻ പറ്റുമെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കാണിക്കണം, അതിനിങ്ങനെ നൈറ്റൊക്കെ ഓടിയാലേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ ക്ഷീണം ഓക്കെ, നിൻ്റെ കണ്ണൊക്കെ എന്താ ചുമന്നിരിക്കുന്നേ, നീ രാത്രി ഉറങ്ങിയില്ലേ, എന്താ ഞാനില്ലാത്തതുകൊണ്ട് ഉറക്കമൊന്നും വന്നില്ലേ രേവതി എന്ന് ചോദിക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതല്ല സച്ചി ഏട്ടാ, എനിക്ക് രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അതെന്തു പറ്റി? ഈ വർഷരാത്രി ഓരോ പ്രേത സിനിമകളൊക്കെ കാണിച്ചു തന്നു, അത് കണ്ടി പിന്നെ എൻ്റെ ഉറക്കമൊക്കെ പോയി സച്ചിയേട്ടാന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ രേവതി പേടിക്കുന്നേ, ഇവിടെ അതിനേക്കാളും നല്ലൊരു ഒറിജിനൽ പ്രേതം വീട്ടിലില്ലേ, അതിനെ കണ്ട് പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഈ പ്രേതം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടാ മിണ്ടാതിരി, അമ്മ കേൾക്കണ്ട, അല്ലെങ്കിൽ തന്നെ വർഷരാത്രി ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കി അമ്മയെ പേടിപ്പിച്ചിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ നടന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓ അമ്മേനെ പേടിപ്പിച്ചോ, അത് അത്ഭുതമാണല്ലോ, നല്ല കാര്യമെന്ന് പറയുമ്പോഴേക്കും
പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ട എന്ത് പൊട്ടിത്തെറിയായിരുന്നറിയോ, അതിനെ മൊത്തം ചീത്ത എനിക്കാ കേട്ടേന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, നീ അതൊന്നും കാര്യമൊക്കെ എടുക്കേണ്ട രേവതി, എൻ്റെ കണ്ണൊക്കെ നല്ലോണം എരിയുന്നു, രാത്രിയൊക്കെ വണ്ടി ഓടിച്ചതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്നാൽ കുറച്ചു നേരം കിടക്ക്, ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി കൊണ്ടുവരാം, അത് തലയിൽ തേച്ച് കുളിക്കുമ്പോഴേക്കും എല്ലാം റെഡിയാവും എന്ന് പറഞ്ഞിട്ട് രേവതി പോവാണ്. പിന്നെ കാണിക്കുന്നത് വർഷനെയും ശ്രീകാന്തിനെയാണ്. വർഷ ശ്രീകാന്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണ്. ശ്രീകാന്തെ, ഞാൻ ശ്രീകാന്തിന് വേണ്ടി ഒരു സാധനം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള കവർ കൊടുക്കുമ്പോഴേക്കും ശ്രീകാന്ത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീഷർട്ടാണ്. അപ്പോൾ വർഷ ചോദിക്കും, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, വർഷേ ഈ കളറൊക്കെ എനിക്ക് ഒരുപാടുള്ളതല്ലേ വർഷേ, ഈ കളറിൽ തന്നെ എന്തിനാ വീണ്ടും എടുത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, ഹേയ് ഈ കളറൊന്നും ശ്രീകാന്തിനില്ല, ഇത് വെറൈറ്റി കളറാ, ഇങ്ങനത്തെ ഷെയ്ഡ് വേറെ എവിടെയും കിട്ടത്തില്ല, ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം വ്യത്യാസമാണെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഇല്ല വർഷ ഈ സെയിം കളർ എനിക്കുണ്ട്, ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിക്കാമെന്ന് പറയുമ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുവേ. വർഷ പറയുന്നുണ്ട്, ഇത് ലൈറ്റ് ഷെയ്ഡാ ശ്രീകാന്തേ, നിൻ്റെയിലുള്ളത് ഡാർക്ക് ഷെയ്ഡല്ലേ. അങ്ങനെ അവർ ഡ്രസ്സിൻ്റെ പേരിൽ തർക്കിക്കുവാണ്. ലാസ്റ്റ് വർഷമൊക്കെ ദേഷ്യം വന്ന് പറയുന്നുണ്ട്, നീ എന്നാൽ ഈ ടീഷർട്ട് ഇടണ്ട, ഞാനത് കടയിൽ തിരിച്ചു കൊണ്ടുപോയിട്ട് എനിക്ക് പറ്റിയ ഡ്രസ്സ് വല്ലതും എടുക്കാമെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, വേണ്ട വർഷേ ഞാനിത് ഇട്ടോളാം, എനിക്കിഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഈ കളർ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ, ഇങ്ങോട്ട് ഞാനിടാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് മേടിക്കുമ്പോഴേക്കും വർഷ പറയും, വേണ്ട, നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാനിത് തിരിച്ചു കൊണ്ടേ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് ഇങ്ങനെ സ്പീഡിൽ ഇറങ്ങി പോകുമ്പോഴേക്കും രേവതി അപ്പുറത്തെ സൈഡിൽ നിന്ന് എണ്ണയും കൊണ്ട് വരുമായിരിക്കുവേ. വർഷം നല്ല ദേഷ്യത്തിലാണല്ലോ, രേവതി വരുന്നത് കാണുന്നുമില്ല, ഒറ്റയടി അടിച്ച് രേവതിയുടെ കയ്യിലുള്ള എണ്ണയൊക്കെ താഴോട്ട് പോവാണേ. അപ്പോൾ വർഷ സോറിയൊക്കെ പറയുന്നുണ്ട്, അയ്യോ രേവതി ചേച്ചി ഞാൻ കണ്ടില്ല രേവതി ചേച്ചി പെട്ടെന്ന് വന്നപ്പോഴേക്കും. അപ്പോൾ രേവതി പറയും, സാരമില്ല, ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തോളാം എന്ന് പറയും. ഇല്ല ഇത് എൻ്റെ മിസ്റ്റേക്ക് അല്ലേ, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം രേവതി ചേച്ചി, മോപ്പ് എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ഇത് മോപ്പിലൊന്നും ക്ലീൻ ചെയ്യേണ്ട, തുണി വെച്ചെടുക്കണം, വർഷയുടെ ഡ്രസ്സൊക്കെ റെഡി ആയിരിക്കുമല്ലേ, ഡ്രസ്സൊക്കെ ചീത്താവും, വർഷ പൊക്കോ, മുറിയിലോട്ട് കയറിയില്ല, ഞാനിതിപ്പോൾ തന്നെ ക്ലീൻ ചെയ്തോളാം, എണ്ണയല്ലേ എല്ലായിടത്തും ആവും വർഷയെ എന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലോട്ട് തുണി എടുക്കാൻ പോവാണ്. വർഷയ്ക്കാണെങ്കിൽ നല്ല സങ്കടമായി, രേവതി ചേച്ചിക്ക് ഒരു ഇരട്ടി പണി ഉണ്ടാക്കി കൊടുത്തല്ലോ, ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേൾക്കൊന്നുമില്ല. ശ്രീകാന്ത് ആണെങ്കിൽ മുറിയിൽ നിന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഈ സെയിം കളർ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ എന്നോടാ ചോദിക്കുന്നത്, നിനക്ക് എന്താടാ വേറെ ടീഷർട്ട് ഇല്ലേന്ന്, കാണുന്നവർക്ക് ഒരുപോലെയല്ലേ തോന്നുന്നതെന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോഴേക്കും വർഷ ദേഷ്യത്തിൽ കയറി വരുവാണേ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നേ, തെറ്റ് റിയലൈസ് ചെയ്തോ നീ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഒന്ന് പോടാ, നിന്നോടുള്ള ദേഷ്യം കാരണം ഞാൻ പുറത്തോട്ട് പോയപ്പോഴേക്കും രേവതി ചേച്ചിനെ പോയി ഒറ്റ ഇടിയടിച്ചു, രേവതി ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ ഒരു ഓയിലും ഉണ്ടായിരുന്നു, അത് മൊത്തം താഴെയായി, ഇതിനെല്ലാം കാരണം നീയാന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് നോക്കി നടന്നൂടെ വർഷേ, എന്നോടുള്ള ദേഷ്യം കാരണം പുറത്തോട്ട് പോയി, ഇപ്പം വീണ്ടും അകത്തോട്ട് വന്ന് ലൂസ് പോലെ കിടന്ന് ബഹളം വെക്കുവാന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, നീയാ ലൂസ്. അപ്പോൾ ശ്രീകാന്ത് പറയും, നീയാ ലൂസ്. അങ്ങനെ പരസ്പരം രണ്ടുപേരും തല്ലുപിടിച്ചുകൊണ്ടിരിക്കുവാണേ. ഈ ടൈമിലാണ് നമ്മുടെ ചന്ദ്ര പുറത്തുനിന്നും അകത്തോട്ട് കയറി വരുന്നത്. ചന്ദ്രക്ക് ഈ താഴെ ഓയിൽ വീണ് കിടക്കുന്ന കാര്യമൊന്നും അറിയില്ലല്ലോ. രേവതിയാണെങ്കിൽ തുണിയെടുക്കാൻ പോയിരിക്കുക. ചന്ദ്ര ഇത് കാണാതെ നടന്നു വരുമ്പോഴേക്കും ആ ഓയിലിൽ കാല് തെന്നി വീഴുവാണ്. ചന്ദ്രനെ പിടിക്കാൻ പോകുന്നതും രേവതി ഇത് കണ്ട് വന്ന് ചന്ദ്രനെ പിടിക്കാൻ പോകുന്നതും രേവതിയും ഒറ്റയടിക്ക് വീഴുവാണ് ചന്ദ്രയുടെ കൂടെ. അങ്ങനെ രണ്ടുപേരും കൂടി വീണ് താഴെ കിടക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.